ഫോട്ടോ വൈഡ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ പി എന്ന അക്ഷരത്തിലും അതിന് മുൻപുള്ള എ തൊട്ട് പി വരെയുള്ള എല്ലാ ആൽഫബറ്റുകളിലെയും ഫോട്ടോഗ്രാഫിക് പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് ക്യു ആൻഡ് ആർ. ക്യൂവിൽ ആദ്യത്തെ വാക്ക് ക്യുക്ക് ടൈം. ക്യുക്ക് ടൈം ഇത് ആപ്പിൾ കമ്പനി സൃഷ്ടിച്ച ഒരു മോഷൻ വീഡിയോ സ്റ്റാൻഡേർഡാണ്. ഇതിൽ വീഡിയോ സീക്വൻസുകൾ MOV ഫയലുകളായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ദൃശ്യവും ശബ്ദവും ഒരേ സമയം ആലോകനം ചെയ്യാൻ പറ്റുന്നവയാണ് MOV ഫയലുകൾ. നെക്സ്റ്റ് വേർഡ് ഈസ് QVGA. ഇതൊരു ഫോർമാറ്റാണ്. 320x240 റെസല്യൂഷനുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ് QVGA. ക്യൂവിൽ ആകപ്പാടെ 2 വാക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആർ എന്ന് പറയുന്ന ബൃഹത്തായ ഒരു പദശ്രേണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് സെവൻ ആർ ഈസ് റാം, റാൻഡം ആക്സസ് മെമ്മറി. ഇതൊരു കമ്പ്യൂട്ടറിൽ ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭ്യമായൊരു മെമ്മറിയാണ്. അത് സേവ് ചെയ്യാതെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ മെമ്മറിയിലുള്ള ഡേറ്റകൾ നമുക്ക് നഷ്ടപ്പെടും. റാൻഡം ആക്സസ് മെമ്മറി. നെക്സ്റ്റ് വേർഡ് ഈസ് റേഞ്ച് ഫൈൻഡർ. ഇതൊരു പഴയ ഫോട്ടോഗ്രാഫിക് ക്യാമറയാണ്. SLR ക്യാമറകൾക്ക് മുൻപായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 ലെൻസുകൾ ഒബ്ജക്റ്റിനെ കാണാനായി, എന്ന് വെച്ചാൽ ചിത്രമെടുക്കാൻ ഒരു ലെൻസും വ്യൂ ഫൈൻഡറിന് വേണ്ടി മറ്റൊരു ലെൻസും ഉപയോഗിച്ചുകൊണ്ടിരുന്ന തരം ക്യാമറകളാണ്. ഇതിൽ പ്രിസമില്ല. ഈ പാരലാക്സ് എന്ന് പറയുന്ന ക്യാമറയുടെ ആ വൈകല്യം ഏറ്റവും കൂടുതൽ വരുന്നത് റേഞ്ച് ഫൈൻഡർ ക്യാമറ ഉപയോഗിച്ച് വളരെ അടുത്ത 5 അടിയിലൊക്കെ കൂടുതൽ അടുത്തിട്ടുള്ള ഇമേജുകൾ എടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. റേഞ്ച് ഫൈൻഡർ ക്യാമറാസ്. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ ലഭ്യമല്ല. അടുത്ത വാക്ക് റോ. നമുക്കറിയാം, റോ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം അസംസ്കൃതം എന്നാണ്. എന്ന് വെച്ചാൽ പ്രോസസ് ചെയ്യാത്തത്. ഫോട്ടോഗ്രാഫിയിലും അത് തന്നെയാണ്. ഒരു ഇമേജ് പ്രോസസ്സറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഇമേജിനെ യാതൊന്നും ചെയ്യാതെ അതേപോലെ സൂക്ഷിച്ചു വെക്കുക. കംപ്രസ് ചെയ്യുകയോ നിറം മാറ്റുകയോ ഒന്നുമില്ല. എങ്ങനെ ലഭിക്കുന്നോ അതുപോലെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഫയൽ ഫോർമാറ്റാണ് റോ. നെക്സ്റ്റ് വേർഡ് ഈസ് റീഡ് ഔട്ട് രജിസ്റ്റർ. ഇതൊരു രജിസ്റ്ററാണ്. നമ്മളുടെ ഇമേജ് സെൻസറിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റിൻ്റെ വിവരങ്ങൾ വായിച്ചെടുക്കുന്ന അതിലുള്ള വൈദ്യുത ചാർജുകളായിട്ടുള്ളത് വായിച്ചെടുക്കുന്ന ആ രീതി, ആ ഒരു ഡിവൈസ് ആണ് റീഡ് ഔട്ട് രജിസ്റ്റർ എന്ന് പറയുക. ഇത് സെൻസറിൻ്റെ ഒരു ഭാഗമാണ്. റീസൈക്കിൾ ടൈം. ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്താൽ ആ ഇമേജ് സെൻസറിന് ചെയ്യാനുള്ള പ്രവൃത്തിയൊക്കെ ചെയ്ത് ഇതിനെ പ്രോസസ്സറിലേക്ക് വിട്ട് സെൻസർ ഫ്രീ ആകാൻ ഉപയോഗിക്കുന്ന ആ സമയമാണ്. അതായത് അടുത്ത ഇമേജ് ക്യാപ്ചർ ചെയ്യാനായി സെൻസർ തയ്യാറാകുന്ന ആ ഇടവേളയാണ് റീസൈക്കിൾ ടൈം. നെക്സ്റ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് വേർഡ്, റെഡ് ഐ. ഇരുട്ടുള്ള സമയത്ത് ആൾക്കാരുടെ ചിത്രമെടുക്കുമ്പോൾ കണ്ണിനുള്ളിൽ ഒരു ചുവന്ന വൃത്തം പോലെ വരുന്ന ഒരു ന്യൂനതയുണ്ട്. ഇതിനാണ് റെഡ് ഐ എന്ന് പറയുക. ഇതിന് കാരണം വളരെ പ്രകാശം കുറഞ്ഞ അവസ്ഥയിൽ കണ്ണിനുള്ളിലെ ഐറിസ് വളരെ തുറന്നിരിക്കും. അപ്പോൾ രക്തക്കൊള്ളികളും രക്തവുമൊക്കെ വിസിബിൾ ആയിരിക്കും. പെട്ടെന്നൊരു ഫ്ലാഷ് അടിക്കുമ്പോൾ ഈ ഐറിസ് അടയാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ കണ്ണിനകത്ത് ഒരു ചുവന്ന വട്ടം പോലെ കാണപ്പെടും. ഇതിനൊരു മാർഗമുണ്ട്. റെഡ് ഐ റിഡക്ഷൻ ഉള്ള ഈ ഫ്ലാഷുകളുണ്ട്. അതായത് ആദ്യം ഒരു ചെറിയ ഫ്ലാഷ് അടിക്കും, അപ്പോൾ തന്നെ കണ്ണിലെ ഈ ഐറിസ് ചുരുങ്ങും. അപ്പോൾ ഈ പ്രശ്നം വരില്ല. റെഡ് ഐ ന്യൂനതയാണ്. നെക്സ്റ്റ് വേർഡ് ഈസ് റിഫ്രഷ് റേറ്റ്. നമ്മൾ ഒരു ചിത്രമെടുത്ത് ഇമേജ് സെൻസർ അത് ക്യാപ്ചർ ചെയ്ത് പ്രോസസ്സറിലേക്ക് കടത്തിവിട്ട് പ്രോസസ്സർ അതിൻ്റെ ജോലികൾ ചെയ്ത് മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വരെയുള്ള ആ സമയമാണ് റിഫ്രഷ് റേറ്റ്. അടുത്ത വാക്ക് റിമൂവബിൾ മീഡിയ. ഒരു ക്യാമറയിൽ നിന്നും എടുത്തു മാറ്റാവുന്ന മെമ്മറികൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്യാമറയിൽ ഉപയോഗിക്കുന്ന കാർഡുകളൊക്കെ തന്നെ റിമൂവബിൾ മീഡിയ എന്ന് പറയും. നെക്സ്റ്റ് വേർഡ് ഈസ് റെസല്യൂഷൻ. ഫിലിമിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ ക്യാമറകളിലെ റെസല്യൂഷൻ പറയുന്നത് പിക്സലുകളുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ്. പല വലിപ്പത്തിൽ
പല എണ്ണത്തിൽ ഉള്ള പിക്സലുകളുള്ള ഇമേജ് സെൻസറുകളാണ് നമുക്കുള്ളത്. അതിൻ്റെ ക്വാളിറ്റി പറയുന്ന യൂണിറ്റാണ് റെസൊല്യൂഷൻ. വേർഡ് ഈസ് റെസൊല്യൂഷൻ ഇൻ്റർപൊളേറ്റഡ്. ഒരു ഇമേജിലേക്ക് കൂടുതൽ പിക്സലുകൾ കൂട്ടിച്ചേർത്ത് ഇമേജിനെ വലുതാക്കുന്ന ഒരു രീതിയാണ്. ഇതിൽ ഡേറ്റ കൂടുന്നില്ല, പക്ഷേ അതല്ലാതെ ഇമേജുകളിലുള്ള പിക്സലുകളുടെ വലിപ്പം കൂട്ടുന്ന ഒരു രീതിയാണ് ഇൻ്റർപൊളേറ്റഡ്. റെസൊല്യൂഷൻ ഒപ്റ്റിക്കൽ. ഒരു ഇമേജ് സെൻസറിൻ്റെ ഉപരിതലത്തിലുള്ള ഫോട്ടോ സൈറ്റുകളുടെ അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡുകളുടെ എണ്ണം കണക്കാക്കിയുള്ള ഇമേജിൻ്റെ യഥാർത്ഥ റെസൊല്യൂഷനാണ് ഇത്. ആറിലെ അവസാന പദം RGB നമ്മളുടെ പ്രാഥമിക വർണ്ണങ്ങളാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് ഓരോന്നും വെവ്വേറെയായി റെക്കോർഡ് ചെയ്തതിന് ശേഷം സംയോജിപ്പിച്ചാണ് യഥാർത്ഥ ഇമേജ് ഉണ്ടാക്കുന്ന ഇമേജ് സെൻസറുകൾ. RGB എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഇതോടുകൂടി R എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന ഫോട്ടോഗ്രാഫിക് പദങ്ങൾ അവസാനിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച അടുത്ത ആൽഫബറ്റുമായി വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.